പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള സംഭവ വികാസങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബലൂച്ച് ആർമി ജാഫർ എക്സ്പ്രസ് റാൻ ചെയ്തതിനു ശേഷം പാകിസ്ഥാനിൽ തങ്ങളുടെ നിക്ഷേപങ്ങളെല്ലാം ഞങ്ങൾ പിൻവലിക്കുകയാണ് എന്ന് ചൈന പ്രസ്താവന ഇറക്കിയിരുന്നു. അതേസമയം ജാഫർ എക്സ്പ്രസ് റാൻ ചെയ്ത വിഷയം ചൈന അപലപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ഒരു സാഹചര്യം മുതലെടുത്ത്, അതായത് പാകിസ്ഥാനിൽ നിന്ന് ചൈന പിന്മാറുകയാണ്, ഇനി പാകിസ്ഥാനിലേക്ക് ചൈന വരില്ല എന്നുള്ള ഒരു വിഷയം പാകിസ്ഥാനിൽ ജനങ്ങൾക്കിടയിൽ ആകെ മൊത്തം പടർന്നു പിടിച്ച ഒരു സാഹചര്യത്തിൽ ബംഗ്ലാദേശിന്റെ അവസ്ഥ വന്നിരിക്കുകയാണ്. പാകിസ്ഥാനിലെ ചൈനീസ് കോൾ സെന്ററുകൾക്കും മറ്റും ഇപ്പോൾ ഇസ്ലാമാബാദിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു റിപ്പോർട്ട്, പാകിസ്ഥാനികൾ ഇസ്ലാമാബാദിലെ ചൈനീസ് കോൾ സെന്റർ, അതായത് ചൈനീസ് പീപ്പിൾ ഓപ്പറേറ്റ് ചെയ്യുന്ന കോൾ സെന്റർ ലൂട്ട് ചെയ്തിരിക്കുകയാണ്, അഥവാ കൊള്ളയടിച്ചിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർ കോൾ സെന്ററിലേക്ക് ഇരച്ചു കയറുന്നു. അതിനുശേഷം കയ്യിൽ കിട്ടിയ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഇവർ പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനികൾ ഈ പ്രമിസസിലേക്ക് ഇരച്ചെത്തുകയും അവിടെ നിന്നും പല പല കാര്യങ്ങൾ, അവിടെയുള്ള ഫർണിച്ചറുകൾ മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ തൂക്കിയെടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലാപ്ടോപ്പുകൾ, അവിടെയുള്ള മൊബൈൽ ഫോണുകൾ, പിന്നെ മറ്റ് സാധനങ്ങൾ, കട്ട്ലറുകൾ, അങ്ങനെയുള്ള പല സാധനങ്ങളും എല്ലാം തന്നെ ഇവർ ലൂട്ട് ചെയ്തുകൊണ്ട് പോകുന്നു എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു. നൂറുകണക്കിന് കമ്പ്യൂട്ടറുകളാണ് അവിടെ നിന്ന് നഷ്ടമായത് എന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. നൂറുകണക്കിന് കമ്പ്യൂട്ടറുകൾ മാത്രമല്ല, നൂറുകണക്കിന് ലാപ്ടോപ്പുകൾ നഷ്ടമായിട്ടുണ്ട്. ഇലക്ട്രോണിക് കമ്പോണന്റ്സ് എല്ലാം തന്നെ അവിടെ നിന്നും ഇവർ അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നുണ്ട്. എന്തായാലും കേബിളുകൾ പോലും, അതായത് കമ്പ്യൂട്ടറുകൾ പരസ്പരം ഘടിപ്പിക്കുന്ന കേബിളുകൾ പോലും ഇവർ വെറുതെ വിട്ടില്ല. കേബിളുകൾ പോലും അഴിച്ചെടുത്തുകൊണ്ട് പോയി എന്നാണ് ഇപ്പോൾ പരാതി പുറത്തു വന്നിരിക്കുന്നത്. ചൈനയ്ക്ക് വലിയ ഞെട്ടലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം തക്കം കിട്ടുമ്പോൾ എല്ലാം തന്നെ പാകിസ്ഥാനി ആൾക്കാർ എല്ലാം തന്നെ അവരുടെ ആ ഒരു ബാർബേറിക് ആയിട്ടുള്ള സംസ്കാരം പുറത്തെടുക്കുന്നതാണ് ചൈനീസ് മാധ്യമങ്ങളെല്ലാം എഴുതുന്നത്. പാകിസ്ഥാനിൽ അവർ ഫർണിച്ചറുകൾ അടക്കം, അതായത് ഈ കോൾ സെന്ററിൽ കിടന്ന സമ്പൂർണ്ണ ഫർണിച്ചറുകളും അവർ എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നമ്മൾ ഇത് കണ്ടത് ബംഗ്ലാദേശിലാണ്. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയുടെ കൊട്ടാരം കൊള്ളയടിക്കുന്ന സാഹചര്യത്തിലാണ് ഷെയ്ഖ് ഹസീനയുടെ അടിവസ്ത്രം പോലും എടുത്തുകൊണ്ടുപോകുന്ന ബംഗ്ലാദേശികളെ നമ്മൾ കണ്ടത്. ഇത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന ചോദ്യത്തിന് ഇതിന്റെ ഭാര്യയ്ക്ക് സമ്മാനമായി കൊടുക്കാനാണ് ഞാൻ ഇത് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞ ബംഗ്ലാദേശികളെല്ലാം നമ്മൾ കണ്ടതാണ്. സമാനമായിട്ടുള്ള അതേ ഒരു കൊള്ള ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ലൂട്ടിംഗ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും. എന്നാലും വലിയ ഞെട്ടലാണ് പാകിസ്ഥാൻ മാത്രമല്ല ചൈനയും. ഇതിനെന്തായാലും പാകിസ്ഥാൻ വലിയ മറുപടി ചൈനയ്ക്ക് കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.